നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മലേശമംഗലത്തു നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്ന് തിരുവില്ലാമല സെന്ററിലാണ് സമാപിച്ചത്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ ജനുവരി 20 സംഘടിപ്പിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വരുൺ വേണുഗോപാൽ ജാഥ ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MP വൃന്ദ വൈസ് ക്യാപ്റ്റനും ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ട്രഷറർ V സജിദേവ് മാനേജറുമായുള്ള ജാഥ മലേശമംഗലം പ്ലാവിൻചുവട് പ്രദേശത്തു നിന്നുമാണ് ആരംഭിച്ചത്. മുൻ ഡിവൈഎഫ്ഐ തിരുവില്ലാമല മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് C ഗോപദാസ് ജാഥ ഉദ്ഘാടനം ചെയ്തു. നയത്തിന്റെയും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയുടെയും ഭാഗങ്ങൾ ഈ പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്നാണ് ഡിവൈഎഫ്ഐ ചോദിക്കുന്നത്. ആ ഡിവൈഎഫ്ഐ മാത്രമല്ല, കാലം ആവശ്യപ്പെടുന്ന ഒരു മുദ്രാവാക്യമാണ് ഇന്ന് ഇന്ത്യയിൽ. ഡിവൈഎഫ്ഐ ഇതിലൂടെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവതീ യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷണമായ വേദനയുടെയും പ്രശ്നങ്ങൾ ഈ മുദ്രാവാക്യത്തിൽ അന്തർലീനമായിട്ടുണ്ട്. റെയിൽവേയുടെ യാത്രാ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമ്മളൊക്കെ തന്നെ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള ട്രാജഡിയോട് ഉപമപ്പെടുത്തുന്ന രൂപത്തിലാണ് കേരളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എത്രയോ രാജധാനി എക്സ്പ്രസ്സുകൾ മുതൽ നിരവധിയായിട്ടുള്ള ട്രെയിനുകളുടെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. നല്ല സൗകര്യങ്ങൾ അതിനകത്തില്ല. യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ യുവാക്കൾ മുതൽ കച്ചവട വാണിജ്യ വ്യവസായ കാര്യത്തിന് വേണ്ടി പോലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ കേരളത്തിലെ റെയിൽവേ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ യാത്രാ ദുരിതം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ട്രെയിനുകൾ വെട്ടിക്കുറയ്ക്കുന്നു. അതുപോലെ തന്നെ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാതെയാണ് ഓരോ സ്റ്റേഷനുകളിലും ഉള്ളത്. അങ്ങനെ അപ്രാപ്യമായിട്ടുള്ള ഈ യാത്രാ ദുരിതത്തെ തിരുത്തണം കേന്ദ്ര ഗവൺമെന്റ് എന്നാണ് ഈ റെയിൽവേയുടെ യാത്രാ ദുരിതത്തിലൂടെ ഇത് ആവശ്യപ്പെടുന്നത്. വലിയ ദുരന്തം തന്നെയാണ് ഈ കേരളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളുടെ അവസ്ഥ. ഭഗത് സിംഗ് നഗർ, കുണ്ടുകാട് കോളനി, ആക്കപ്പറമ്പ്, ചക്കച്ചൻകാട്, പട്ടിപ്പറമ്പ്, പൊരുതിക്കോട്, കൂട്ടുപാത എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവില്ലാമല സെന്ററിലാണ് കാൽനട പ്രചരണ ജാഥ സമാപിച്ചത്. ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത്. അഭിവാദ്യം ചെയ്യുക, അണിചേരുക. കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും കൂത്തുപറമ്പിന്റെ ചുവന്ന മണ്ണിലും ആഘോഷകരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരുടെ പിന്മുറക്കാർ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥ പോയ കാലങ്ങളുടെ ഓർമ്മകളിൽ പെൺകൊടിയിൽ ജീവിതം കോർത്തു വരികയായി ഞങ്ങളും. സമാപന സമ്മേളനം മുൻ ഡിവൈഎഫ്ഐ തിരുവില്ലാമല മേഖലാ കമ്മിറ്റി സെക്രട്ടറി KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ തിരുവില്ലാമല ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗം വിവേക് അധ്യക്ഷത വഹിച്ചു. CPIM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗം ആനന്ദകുമാർ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവരും സമാപന യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. റൈറ്റ് ന്യൂസ് തിരുവില്ലാമല.